ഈണത്തോടെ ഇരിക്കണ സോദരന്മാരെ. അടുക്കള പണിയുടെ അലച്ചിലും നഴിക്കാനായി ഒഴിച്ചിലും നടത്തണ സോദരിമാരെ. മനസ്സു തുറന്നു ചിരിച്ചിടുവാൻ കോമഡി വേണോ? നിങ്ങളുടെ പിരിമുറുക്കം കുറച്ചിടുന്ന പാരഡി വേണോ? മനസ്സു തുറന്നു ചിരിച്ചിടുവാൻ കോമഡി വേണോ? നിങ്ങളുടെ പിരിമുറുക്കം കുറച്ചിടുന്ന പാരഡി വേണോ? അച്ഛനും അമ്മയും മക്കളും ഒന്നിച്ച് ടിവിക്ക് മുമ്പിലിരിക്കണ നേരത്ത് നെറ്റി ചുളിക്കാതെ ചാനല് മാറ്റാതെ പൊട്ടിച്ചിരിച്ചിടണം. അത്തരമേൽത്തരം സഭ്യതയുള്ള തമാശകൾ കേട്ടിട്ട് പൊട്ടിച്ചിരിക്കുവാൻ കൗമുദി ടിവി ഒരുക്കുന്ന ഞങ്ങളുടെ കോമഡി കാണാം. നിങ്ങളുടെ ബോറടി മാറ്റാം. 5 minutes fun star. Jungle Jewelry 5 minutes fun star. 5 minutes fun star. ജുങ്കൽ ജ്വല്ലറി 5 മിനിറ്റ്സ് ഫൺ സ്റ്റാറിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിവിടെ ആരംഭിക്കാൻ പോകുന്ന സെമി ഫൈനൽ റൗണ്ട്സ് ആണ്. സെമി ഫൈനൽ കഴിഞ്ഞാൽ ഉടനെ തന്നെ നടക്കാൻ പോകുന്ന നമ്മുടെ ഫൈനൽ റൗണ്ട് ആണ്. അപ്പോൾ ഏതൊക്കെ ടീം ഫൈനലിൽ എത്തും എന്ന് തീരുമാനിക്കേണ്ടത് ഈ സെമി ഫൈനൽ റൗണ്ട് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സെമി ഫൈനൽ റൗണ്ട്സിലെ മാർക്സും ടീംസിന്റെ ഓവറോൾ പെർഫോമൻസും കണക്കിലെടുത്താണ് ഏതൊക്കെ ടീമുകൾ ഫൈനൽ റൗണ്ടിൽ എത്തും എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. അപ്പോൾ എല്ലാ ടീംസും ബി കെയർഫുൾ. സ്ക്രിപ്റ്റിലും എല്ലാത്തിലും നന്നായിട്ട് നിങ്ങൾ പെർഫോം ചെയ്യട്ടെ, ഞങ്ങൾ പ്രാർത്ഥിക്കാം. അപ്പോൾ ടീമിന്റെ പെർഫോമൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. കൊച്ചു പ്രേമൻ ചേട്ടൻ, പ്രസാദ് ഏട്ടൻ, നാഷിക. ടീം സല്ലാപം എത്തുന്നു അവരുടെ ഫേവറേറ്റ് റൗണ്ടുമായി. സ്വന്തം കടമകൾ ചെയ്യാതിരിക്കുവാൻ പല വഴികളും കണ്ടെത്തുന്നത് ചിലരുടെയെങ്കിലും സ്വഭാവമാണ്. ഇതാ അത്തരത്തിലൊരു വ്യക്തിയുടെ ജീവിത കഥയുമായി ടീം സല്ലാപം. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. ഇത് കണ്ടോ, പുതിയ കണ്ണാടി വെച്ചപ്പോ ഉണ്ടല്ലോ എനിക്ക് നമ്മുടെ വീടും കാണാം, ഈ പ്രദേശം മൊത്തം കാണാം, നിന്നെയും കാണാം. ഇന്ന് നീ നല്ല സുന്ദരിയായിട്ടുണ്ട്. എന്റെ ജോസേട്ടാ, നിങ്ങൾക്ക് വീട് മാറിപ്പോയി. നിങ്ങൾ ഇവിടെ അപ്പുറത്ത് കാണുന്നതാ. കണ്ണാടി മേടിച്ച് വെറുതെ ആയിപ്പോട്ടോ. ഇപ്പൊ ഈ വലിക്കോട്ടൊന്നും വരുന്നില്ലല്ലോ. എന്റെ ദൈവമേ, ഭയങ്കര തിരക്കല്ലേ. ഞാൻ പറയാനാ. ചേട്ടൻ എന്തി? ചേട്ടനോ? ഒന്നും ഉറക്കത്തിലാണോ? ഇങ്ങനെ 24 മണിക്കൂർ കളരി എന്നുള്ള ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ ജോസേട്ടാ. ഇപ്പോഴും ഇങ്ങനെ തന്നെയുള്ള ചിന്തയാണ്. ഒരു പണിക്ക് പോകത്തില്ല. ഇതിയാൽ വേല എടുത്ത് കൊടുത്ത് ഞാനൊക്കെ പാടിത്തറിയാമോ? ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്നത് ഈ ചേട്ടനെ കൊണ്ട്? ചേട്ടാ, നിങ്ങളെ കാണാൻ ആരാ വന്നിരിക്കുന്നത് നോക്കിക്കേ. ഇവനാരാണ് ഈ വീട്ടിൽ കയറ്റിയത്? എനിക്കിവനെ കാണണ്ട. ഇവൻ ഈ കഴിഞ്ഞ ദിവസം ജംഗ്ഷനിൽ വെച്ചേ എന്നെ നാണം കെടുത്തി കളഞ്ഞ് തുലി എറിഞ്ഞു പോയി. അറിയാവാ ഞാനെന്ത് ചേട്ടനെ എന്താ ചെയ്തെന്ന് ചേട്ടൻ ഈ പറയുന്നത്? എന്താ ചെയ്യുന്നു? ഇവിടെ അത്ര നാട്ടുകാർ എന്നെ കളിയേണ്ട കാര്യമുണ്ടോ നിനക്ക്? ചേച്ചി, ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും പറയാടാ, എന്തെങ്കിലും പറയാതെ ഇങ്ങനെ. ചേച്ചി, ഞാൻ പറയുന്നേക്ക്, ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല. ഞാൻ അങ്ങനെ നാണം കെടുത്തു. ഞാൻ പറഞ്ഞ എന്താണെന്നറിയോ? എന്തുവാ? നാട്ടുകാർ നോക്കി നിൽക്കേ, ഞാൻ പണിക്ക് വരുന്നുണ്ടോന്ന്. കാണണ്ട. ഉമ്മാനല്ല, ഇങ്ങനെ ദേഷ്യം വന്ന ഇങ്ങനെ കേട്ടുകൂടാൻ പറ്റാത്ത ഒരേ ഒരു വാക്കാ പണിക്ക് വരുന്നു. ഇങ്ങനെ ഞാൻ ഇന്ന് നീ രാവിലെ തന്നെ എന്റെ അംഗം വെട്ടാൻ തുടങ്ങിയിരിക്കുകയാണല്ലേ? എടി പുത്തൂർ അന്തറവാട്ടിലെ അവസാനത്തെ കണ്ണിയായാൽ അയ്യോ എന്താ നടുവിന്റെ കണ്ണി പോയി. മാറി ഡി പഴശ്ശിരാജയുടെ പടനായകൻ ആരാണെന്നൊക്കെ അറിയാവോ? ആരാ? ശരത് കുമാർ. അല്ലടി, മനോജ് കജയൻ. എടി എന്റെ അമ്മാവൻ. മനോജ് കജയനോ? ഓ, ഒരൊറ്റ വീക്കാൻ പറ്റുന്നുണ്ടല്ലോ. അനക്കറിയാവോ? പിന്നെ മനോജനെ എനിക്കറിയാം. കണ്ടിട്ട് ഞാൻ കുത്തി നോർത്തോളാം. എടാ, 4 ആനയുള്ള കുടുംബത്തിലുണ്ടായിരുന്നു ഞാൻ. ആണോ? ഇപ്പൊ 2 ഉള്ളു. ബാക്കി 2 എന്തടി? 2 അലമാരി പറഞ്ഞപ്പോ താഴെ വീണ് പൊട്ടിപ്പോയാ? എന്റെ കളരിപ്പരമ്പ ദൈവങ്ങളെ, എന്നെ കാക്ക കൊത്തവേ. അയ്യോ, നിങ്ങൾ ആ കാക്ക ഓടിച്ചു വിട്ടോ? അയ്യോ, അത് ബലിക്കാക്കായിരുന്നു. നിനക്കെന്താ? അതിനുമില്ലേ നിങ്ങളുടെ പേര് ഇച്ചിരി പറ്റി തിന്നാൻ ആഗ്രഹം. എന്റെ പുക കണ്ടേ നടക്കുള്ളല്ലേ? കേട്ടോ,
ആ ചേച്ചി പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടോ അത് പറ. എന്താണ് മോനെ? നിങ്ങൾക്കൊരു പണിക്ക് വെക്കൂടെ? ഞാൻ പണിക്ക് പോയി കഴിഞ്ഞാൽ ഇവിടത്തെ കാര്യം ആര് നോക്കും? ചേട്ടാ കാര്യം മനസ്സിലാക്കണം. പഴയ കളരിയും കൊണ്ടൊന്നും ഈ വന്ന കാലത്ത് ജീവിക്കാൻ പറ്റത്തില്ല. പറ്റത്തില്ലേ? ഇല്ല. നീ ആ പഴയ കരണ്ട് കൊണ്ടാണ് ഇപ്പോഴും പണിക്ക് പോകുന്നത്. അതൊക്കെ അങ്ങനെയാണ്. നീ ജീവിക്കുന്നില്ലേ? ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് പഴയ കളരി കൊണ്ട് നിക്ക് ജീവിച്ചുകൂടാ? കരണ്ടി കെട്ടിപ്പിടിച്ചാൽ നടന്നോ കളരി പൊക്കോ വീട്ടിൽ മുന്നിൽ കണ്ടു അകത്ത് പൊടി. ഒരു കളരിക്കാരൻ അകത്ത് പൊടി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവളുടെ മുമ്പിൽ വെച്ച് എന്റെ കളരിയെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞ കാലവരിയ നിലത്തടിക്കും. അറിയാവാ? ഞാനൊരു കുറ്റം പറയുന്നില്ല. നിനക്ക് കളരി പഠിക്കണോ? എന്റെ ദൈവമേ, ഞാൻ ജോലി ചെയ്ത് ജീവിച്ചോളാം. ജോലി ചെയ്ത് ജീവിച്ചോ. എടാ നീ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുക്കും. വൈകുന്നേരം ആകുമ്പോ കാശില്ലെന്ന് പറയും. നീ എന്ത് ചെയ്യും? രാവിലെ തൊട്ട് വൈകുന്നേരം പണിത് കഴിഞ്ഞാൽ കാശ് കിട്ടും. കാശ് തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? തന്നില്ല. ഇപ്പൊ എന്നാ ചെയ്യാനാ? അവിടെ ആ കളരി വർക്കൗട്ട് ചെയ്യേണ്ടത്. അവിടെ എങ്ങനെ കളരി വർക്കൗട്ട് ചെയ്യും? അതല്ലേ എന്നെ പോലെ നിനക്ക് കളരി അറിയാമെങ്കിൽ ഇടത് മാറി വലത് മാറി ഒടിഞ്ഞു നിന്ന് കുടിഞ്ഞു നിന്ന് ഇങ്ങനെ വിരട്ടി മുതലാളിക്കുന്ന കാശ് വായിക്കാൻ പാടില്ലേ? അതൊരു ഐഡിയ കേട്ടോ. ചേട്ടാ അങ്ങനെയാണ് എന്നെ 2-3 കളരി പഠിപ്പിക്കണം. ഒരുത്തിനെ കൂടെ എന്റെ റൂട്ടിൽ കിട്ടി. കളരി പഠിക്കാം. ഹോയ് 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 ഇടത് മാറി ഹോയ് വലത് മാറി ഹോയ് ഹോയ് ഹോയ്. ഒരു കളരി അഭ്യാസിക്ക് ആദ്യം വേണ്ടത് എന്താണ്? നല്ലൊരു അണ്ടർവെയർ. നീ എന്തിനാ ആവശ്യമില്ലാത്ത സ്ഥലത്ത് നോക്കുന്നത്? ഇപ്പൊ മനസ്സിലായി. ഒരു കളരി അഭ്യാസിക്ക് ആദ്യം വേണ്ടത് വേല ചെയ്ത് തരാൻ ഒരു ഭാര്യ. ബുദ്ധി. ബുദ്ധി ബുദ്ധി ഉണ്ടെങ്കിൽ കളരി പഠിക്കാം. ഇപ്പൊ ബുദ്ധി ഇല്ലല്ലോ. നിന്നെ പോലെ പണിയെടുത്ത് എണ്ടി തിരിഞ്ഞ് നടക്കും. മനസ്സിലായ? മനസ്സിലായി. ആ കൂട്ടുകാർ രണ്ടുപേരുടെ എന്താ കുറച്ചു നേരമായിട്ടല്ലോ ഒച്ചം വേളൊക്കെ കേൾക്കുന്നത്. ആശാൻ എന്നെ 2-3 അടവുകളൊക്കെ പഠിപ്പിച്ചു. ആണോ? ഞാൻ ഇനി ആശാന്റെ കൂടെ കൂടിയാലോ എന്ന് ആലോചിക്കുവാ. അപ്പൊ ദൈവമേ, നിനക്കൂടെ ഞാൻ ചെലവിന് തരേണ്ട അവസ്ഥയാവുമോ? എന്റെ കളരിയെ കുറിച്ച് വല്ല കുറ്റം പറഞ്ഞാണല്ലോ ഇടിച്ചാലാ. കെട്ടിപ്പിടിച്ച് ഇറക്കാനിറക്കിട്ട് ഞാൻ എടുത്തോട്ട് നിനക്ക് കത്ത് വായിച്ചു തരാം. പറഞ്ഞോ? ഇപ്പുറത്തോടൊന്നും ചൊറിഞ്ഞാ ഇടിക്കുവായിരുന്നോ? അയ്യോ, നിങ്ങളുടെ ഒരു ഇടി. അപ്പൊ ഇതെന്നതാ? ഇതാ ഇടി. ഇതെന്തുവാ കൊളക്കോടി സ്കൂളിൽ പോകുന്നോ? ഒരു കളരിക്കാരൻ വന്നിരിക്കുന്നു കേട്ടോ. എന്ത് പറ്റി? ഇതാണ് ഭൂമി ബന്ധനം. മനസ്സിലായ? മനസ്സിലായി. ഇപ്പൊ നിന്നെ ഞാൻ കളരിയുടെ 2 അടവ് പഠിപ്പിച്ചു. 2 അടവ് പഠിപ്പിച്ചു? അതെങ്ങനെ പഠിപ്പിച്ചു? അവള് വന്ന് തല്ലിയപ്പോഴേ ഞാൻ ഒഴിഞ്ഞു മാറിയാ. മാറി. അതൊരടവ്. അതൊരടവ്. ഭൂമി ബന്ധനം പഠിപ്പിച്ചോ? ഭൂമി ബന്ധനം പഠിപ്പിച്ചു. അപ്പൊ 2 അടവ് ഞാൻ പഠിപ്പിച്ചു. 2 അടവ് ഞാൻ പഠിച്ചു. നിങ്ങൾക്ക് നാണമുണ്ടോ? ഇങ്ങനെ ജീവിച്ചിരിക്കാൻ നാണമുണ്ടോ? ഞാൻ വലിയ കളരി അഭ്യാസിയാ. കടത്തനാടൻ അമ്പാടിയുടെ കൂട്ടത്തിലുള്ളതാ. പുത്തൂരൻ തറവാട്ടിലുള്ളതാ. എന്നെ ആരും തല്ലത്തില്ലെന്ന് പറഞ്ഞിട്ട്. എന്നാരും തല്ലത്തില്ല. പിന്നെ പെണ്ണും പിള്ളി ഇപ്പൊ ഒന്ന് പട്ടിയെ പോലെ അടിച്ചിട്ട് പോയതോ? അവൾ ആരെയാടാ തല്ല? അവൾ ആരെയും തല്ലും. നീ കൂടുതൽ ഇവിടെ നിന്നെയും തല്ലും. എന്നെയും തല്ലു. പിന്നെ അവള് വന്ന് തല്ലിയിട്ട് പോയപ്പോഴേ ഇങ്ങനെ നിന്ന് കൊണ്ടത് കണ്ടു. എന്താ? ഇതൊരു ശീലമായോണ്ട്. അല്ല, ആരോഗ്യമുള്ള ശരീരമുള്ളത് കൊണ്ട്. അപ്പൊ ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിൽ ഇതുപോലെ തല്ലുകൊള്ളാം. എന്തും ചെയ്യാം. എന്തും ചെയ്യാം. ഉദാഹരണത്തിന് ഇതെന്താ? പുല്ലി. ഇതെന്താണെന്ന്? ഇത് തോള്. അത് മലയാളത്തിൽ. ഇംഗ്ലീഷിൽ തോൾസ്. അപ്പൊ ഇതെന്താണ്? കൈസ്. അപ്പൊ ഇതെന്താണ്? കാൽസ്. അപ്പൊ തോൾസ്, കൈസ്, കാൽസ്. അത് പൈൽസ്. നീ ആവശ്യമില്ലാത്ത കാര്യം തുടണ്ട. ആവശ്യമില്ലാത്തൊരു കാര്യം പറഞ്ഞു. എന്റെ ഒരു കൂട്ടുകാരൻ കഴിഞ്ഞ ദിവസം റോഡിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരുത്തർ ഓടി വന്ന് അവനോട്ട് ഒറ്റ അടി അടിക്കും. അങ്ങനെ അപ്രതീക്ഷിതമായ ഒരു അടി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അവന് കളരി അറിയാത്ത കൊണ്ടാണ് അവൻ അടി മേടിച്ചത്. പക്ഷെ എന്നെ പോലെ കളരി അറിയാമെങ്കിൽ ഇടത് മാറി വലത് മാറി കുനിഞ്ഞു നിന്ന് നേരെ നിന്ന് ഹേയ് ഹോയ് ഹേയ് ഹോയ് ഹേയ് ഇടത് മാറി എന്റെ കായെടുക്ക്. ഏത് കാ? എനിക്ക് തടി തരാമെന്ന് പറഞ്ഞ് നീ എന്റെ കയ്യിൽ നിന്ന് മേടിച്ച കാശെടുക്കാൻ. ഓ ആക്ക. ഒരു മിനിറ്റ് ആയാലും 5 മിനിറ്റ് കൂടുതൽ സമയം തരത്തിൽ എനിക്ക് എന്റെ കാശ് കിട്ടണം. നിനക്കിപ്പോ ഒരു കാര്യം മനസ്സിലായോ? എന്തുവാ? ഇടത് മാറിയാലും വലത് മാറിയാലും ഒഴിഞ്ഞു മാറിയില്ലെങ്കിൽ കിട്ടും. അത് മനസ്സിലായോ?
എടാ കള്ളക്കാപ്പറ, നീ ഇവിടെ നിന്ന് കഥാപ്രസംഗം നടത്താതെ എനിക്ക് തടി തരാമെന്നും പറഞ്ഞ് എന്റെ മേടിച്ച കാശ് എനിക്ക് ഇപ്പൊ കിട്ടണമെന്ന്. എന്തുവാ പ്രശ്നം എന്തുവാ? ഇതാരാണ്? അയ്യോ ഞാൻ പുള്ളിക്കാരന്റെ ഭാര്യ. ആ എന്റെ പൊന്നു കൊച്ചെ, നീ ഒരു കാര്യം കേൾക്കണം. ഞാൻ ഇങ്ങനെ ടൗണിൽ എന്റെ വീട് പണിക്ക് വേണ്ടി കുറച്ച് തടി മേടിക്കാൻ വേണ്ടി പോയതാ. അന്ന് ഈ കള്ളക്കാപ്പർ എന്നോട് പറഞ്ഞ എന്താണെന്നറിയാവോ? വെളിയിൽ നിന്ന് തടി മേടിക്കണ്ട, ഞാൻ കാട്ടിൽ നിന്ന് തടി വെട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് എന്റെ 5000 രൂപ അഡ്വാൻസ് മേടിച്ചു ഫസ്റ്റ്. പിന്നീട് ഇവനെ ഞാൻ കാണുന്നത് 6 മാസം കഴിഞ്ഞ. അന്ന് ഞാൻ തടിയെ പറ്റി ചോദിച്ചു, ഇവൻ പറഞ്ഞ എന്താണെന്നറിയാവോ? തടി വളർന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളെന്ന്. അത് ഞാൻ ഫോട്ടോ തങ്ങി വെച്ചു. അന്നും 1000 രൂപ എന്റെ വണ്ടിക്കൂലിക്ക് മേടിച്ചോണ്ട് പോയ ഇവനെ ഞാൻ ഇപ്പോഴാണ് പിന്നെ കാണുന്നത്. എന്റെ പൊന്നിക്കാൻ നിങ്ങളല്ലാതെ ഇങ്ങനെ ആരെങ്കിലും കാശ് കൊടുക്കുവോ? അതെന്താ? ഇങ്ങനെ ഇന്ന് വരെ ഒരു പണിക്കോല് പോകത്തില്ല, ഭയങ്കര മടിയനാണ്. അമ്പടാ, നീ മടിയനാണാ? എങ്കിൽ ഇവനെ ഇപ്പൊ തന്നെ എറണാകുളത്തേക്ക് കയറ്റിവിട്ടേക്ക്. എന്റെ ഫ്ലാറ്റ് പണിയുണ്ട്, അവിടെ ജോലി ചെയ്യിപ്പിച്ച് എന്റെ കടവും വീട്ടാൻ നിനക്ക് ചെലവിന് തരിക്കാം. നിങ്ങൾക്ക് എറണാകുളത്ത് പണിക്കോ? എറണാകുളത്തോ? നീ പറഞ്ഞാ പോകാം. അയ്യോ എറണാകുളത്ത് പഠിക്കൂ. അപ്പം പിന്നെ ബാഗൊക്കെ എടുത്ത് കൊടുക്ക്, ഞാൻ കൊണ്ടുപോട്ടെ. ഒരു കാര്യം, നമ്മൾ എറണാകുളത്ത് എങ്ങനെ പോകും? നമ്മളത് ബസ്സേ കയറി പോണം. എങ്ങനെ ബസ്സിന്റെ വീട്ടിൽ വരുമോ? ഇത് അടവാണ് കളിയാണ്ട്. നീ ഒരു കാര്യം ചെയ്, എന്റെ തോളത്തോട്ട് കയറിയിരിക്കും, ഞാൻ നിന്നെ ചുമ്മിക്കൊണ്ട് എറണാകുളത്തിന് പോവാം. അങ്ങനെയാണ് എറണാകുളത്ത് വരുന്നില്ലേ? അങ്ങനെയാണ് എറണാകുളത്ത് എന്റെ കായ എനിക്ക് ഇവിടെ വെക്കണം, അല്ല എനിക്ക് തടി കിട്ടണം. തടിയിട്ടില്ല, അങ്ങനെ പോകാൻ ചൂടനാണ് തുടങ്ങി വന്നേ. നിങ്ങൾ കാട്ടിപ്പോ ഒരു തടി അങ്ങോട്ട് വെട്ടിക്കൊടുക്കും. കാട്ടിപ്പോ ഞാൻ തടി വെട്ടത്തില്ല. അതെന്താ? എന്താണെന്നോ? എടി ആ അപ്പനെ വെടിവെച്ചു പോലെ എന്നെ വെടിവെച്ച് കൊല്ലിയല്ലേ? അതേതപ്പൻ? വീരപ്പൻ. അവിടെ ഞാൻ കാട്ടിപ്പോകല. നീ കാട്ടി പോയില്ലേ, ഞാൻ വീരപ്പനാവും. നിന്നെ വെടിവെച്ച് ഞാൻ ഇവിടെ ഇടും. എനിക്ക് എന്റെ കായ് കിട്ടണം, അല്ലെ തടി കിട്ടണം. ചേട്ടൻ കളരി അഭ്യാസിയല്ലേ? അതായത് എന്തോന്ന് അഭ്യാസം കാണിച്ച് വിരട്ടി വിട്. എന്റെ കൈ കൊണ്ടോ ഇവൻ? പിന്നെ കൊണ്ടോ? അതിനായിട്ടല്ലേ? നീ കാശും കൊണ്ടേ പോകൂ. ഞാൻ കാശും കൊണ്ടേ പോകൂ. കാശും കൊണ്ടേ പോകുള്ളൂ. ഇപ്പൊ എന്ത് ചെയ്യാനാ? ഒന്ന് വരട്ടാൻ പോലും പറ്റത്തില്ലല്ലോ. ഒന്ന് ചെന്ന് വരട്ടിക്കൊന്ന്. നീ എന്റെ കൂടെ കാണുവോ? എന്റെ കൂടെ കാണുവോ? അങ്ങോട്ട് വരട്ടെ. ചെല്ല് മനുഷ്യനെ കൂടെ ചെല്ല് അങ്ങോട്ട്. ചെല്ല്, ചെല്ല്. വര കത്തുമ്പോ തന്നെ നിനക്ക് വാഴ വെട്ടണം അല്ലേ? ഇക്കണക്കിന് പോയാൽ നിന്റെയൊക്കെ പെരയും ഞാൻ കത്തിക്കും, നീയൊക്കെ നട്ടുവെച്ചിരിക്കുന്ന മുഴുവൻ വാഴയും ഞാൻ കത്തിക്കും. എനിക്ക് തടി തരുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഇപ്പൊ അറിയണം. വാഴ കത്തിക്കരുത്, വാഴ കത്തിക്കരുത്. ഞാൻ വിൽക്കാൻ വെച്ചിരിക്കുവാണ്. ഇവൻ ഇനി ഇവിടെ നിന്ന് ജീവനോടെ പോകണ്ട.